അപ്പോൾ ഇന്ന് ഞങ്ങൾ പോകാൻ പോകുന്നത് കോയമ്പത്തൂരിലെ മരുതമലയിലുള്ള അരുൾമിகு സുബ്രഹ്മണ്യ സ്വാമി ടെമ്പിളിലോട്ടാണ്. അങ്ങനെ പോണ വഴിക്ക് കണ്ടതാണ് കേട്ടോ ഈ കോലം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കോലമൊക്കെ ഇട്ട് വീടിന്റെ മുമ്പിലൊക്കെ വെച്ചേക്കുന്നത് കാണാൻ. പിന്നെ അമ്പലത്തിലോട്ട് പോകുന്നതായതുകൊണ്ട് തന്നെ മുരുകന് മാല മേടിച്ചുകൊണ്ട് പോകുന്നത് നിർബന്ധമായിരുന്നു കേട്ടോ. എന്തെങ്കിലും കൊടുക്കണ്ടേ മുരുകന്, അങ്ങനെ ഒരു മാല മേടിക്കാൻ ചെന്നതാണ്. അങ്ങനെ വെറൈറ്റീസ് ഓഫ് മാലാസ് കണ്ടു. പക്ഷെ ഭയങ്കര റേറ്റ് ആണ് കേട്ടോ. നമ്മൾ വിചാരിക്കും കേരളത്തിലാണ് പൂവിന് ഏറ്റവും റേറ്റ് കൂടുതലൊന്നും അല്ല, തമിഴ്നാട്ടിലും ആ സെയിം റേറ്റ് ആണ് കേട്ടോ, ഒരു കുറവും ഇല്ല. പിന്നെ ഇവിടെ വന്നിട്ട് മസ്റ്റ് ആയിട്ടും ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ രാവിലെ നമ്മൾ കുളിച്ച് എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ തലേ പൂ ചൂടിക്കൊണ്ട് വേണം പോകാൻ. അങ്ങനെയാണ് ഇവിടുത്തെ പെണ്ണുങ്ങളൊക്കെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളും അമ്പലത്തിൽ പോകാൻ നേരം ഒരു മുഴം പിച്ചിപ്പൂ വാങ്ങിച്ചിട്ട് അത് രണ്ടായിട്ട് കട്ട് ചെയ്ത് ഞങ്ങൾ രണ്ടുപേരും വെക്കുകയാണ് കേട്ടോ. ഞാനൊക്കെയാണ് ഈ കല്യാണത്തിന് പോലും പൂവൊന്നും വെക്കാത്ത ഒരാളായിരുന്നു. പക്ഷെ ഇവിടെ വന്ന് ഇങ്ങനെയൊക്കെ കണ്ടപ്പോഴത്തേക്കും പൂ വെച്ചോണ്ട് പോകാൻ തോന്നി. അങ്ങനെ ഞാനും തമിഴ്നാട്ടിൽ പോയി പൂവൊക്കെ ചൂടിയൊരു തമിഴ് പൊണ്ണായി ഗൈസ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇവിടുത്തെ പെണ്ണുങ്ങളെല്ലാം പൂ വെക്കുന്നത്. ഈ ചേച്ചി രാവിലെ 7 മണിയങ്ങാണ്ട് ആയോളൂ കേട്ടോ. രാവിലെ എവിടെ പോകാൻ പോവാണ്, പുള്ളിക്കാരി പൂ വാങ്ങിച്ചിട്ട് തലയിൽ വെച്ചിട്ടാണ് പോകാൻ പോകുന്നത്. അങ്ങനെ നേരെ ബസ് സ്റ്റോപ്പിലോട്ട് പോയിട്ട് ബസ് കയറി നമ്മൾ നേരെ മരുതമലയ്ക്ക് പോവുകയാണ്. അങ്ങനെ ഒരു 7:45 നമ്മൾ അടിവാരത്തെത്തി. അവിടെ ചെന്നപ്പോഴത്തേക്കും പൂ വാങ്ങിക്കണമെന്ന്, മറ്റേടത്ത് നമ്മൾ പൂ വാങ്ങിച്ചില്ല, റേറ്റ് കൂടുതലായതുകൊണ്ട്. അവിടെ നിന്നപ്പോൾ കണ്ടതാണ് കേട്ടോ ഈ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള മാല. ആ ഇടയ്ക്ക് ഇലയൊക്കെ വെച്ച് ചെയ്തേക്കുന്ന കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ കവാടത്തിൻ്റെ അടുത്തെത്തി. അവിടെ നമ്മൾ ചെരുപ്പൊക്കെ ഊരി വെച്ചിട്ട് വേണം മുകളിലോട്ട് പോകാൻ. അങ്ങനെ ചെരുപ്പൊക്കെ ഊരി ഒരു സൈഡിലോട്ട് വെച്ചിട്ട് നമ്മൾ നേരെ സ്റ്റെപ്പ് കയറാൻ പോവാണ്. എൻ്റെ ഒരു ഏകദേശം കണക്കെന്ന് വെച്ചൊരു 1000 സ്റ്റെപ്സ് എങ്കിലും കാണുമെന്നായിരുന്നു. ഒരു വർഷം മുമ്പ് ഞാൻ പളനി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 1000 സ്റ്റെപ്സോളം കയറിയിട്ടുണ്ട്. അത്രയും ഉണ്ടെന്ന് വിചാരിച്ചാണ് കയറി തുടങ്ങിയത്. ഒരു 100 സ്റ്റെപ്സ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ വല്ലാണ്ടങ്ങ് തളർന്നു കേട്ടോ. വിയർത്ത് കുഴഞ്ഞാകെ ഒരു പരുവായി. അങ്ങനെ നമ്മൾ നടന്ന് 181 സ്റ്റെപ്സ് കഴിഞ്ഞു. പിന്നെ ഒരു ക്ഷീണമൊന്നും തോന്നുന്നില്ല കേട്ടോ. നമുക്ക് ഇടയ്ക്ക് കയറി നിൽക്കാനൊക്കെ സ്ഥലമുണ്ട് ദേ ഇതുപോലെ. അവിടെ തന്നെ ഈ ഫ്രൂട്ട്സും വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് ഉപ്പും മുളകും ഒക്കെ ഇട്ട് തരും. അതിൻ്റെ കൂടെ തന്നെ ഫ്രഷ് കുടിവെള്ളം കിട്ടുന്ന മെഷീനും വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇരിക്കുകയാണ് ഈ ഒരു സാധനത്തിൽ നമ്മൾ കാണുന്നത്. അവിടെ ആളൊക്കെ കൂടി ഇന്നതിൻ്റെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നോക്കിയപ്പോഴോ ഇന്ത്യൻ ടൈഗർ സെന്റിപ്പേഡ്, നല്ല പോയിസണസ് ആണ്, ഇതെങ്ങാനും കടിച്ചാൽ പിന്നെ തീർന്നു എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ബൈറ്റ് കിട്ടിയാൽ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെൻറ്റ് എടുത്തില്ലെങ്കിൽ തട്ടിപ്പോകും കേട്ടോ. അത്രയ്ക്കും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സാധനമാണിത്. അപ്പോൾ നമ്മൾ ഈ കാട്ടിക്കൂടെയൊക്കെ പോകുമ്പോൾ സൂക്ഷിക്കണം. അപ്പോഴാണ് കേട്ടോ ഞാൻ ഈ കുഞ്ഞാടിനെ കാണുന്നത്. ഇതിന് എന്തോ ഒരു ഡിഫറൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നി. അപ്പോഴാണ് കഴുത്തിന് താഴെയായിട്ടൊരു ബൾബ് പോലൊരു സ്കിൻ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നത്. ഇത് എന്ത് ബ്രീഡാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ കുറേ സെർച്ച് ചെയ്തിട്ടും എനിക്കൊന്നും കിട്ടിയില്ല. അപ്പോൾ ഇങ്ങനെ വീട്ടിൽ വല്ലതും വളർത്തുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ റിസർച്ച് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഇതിൻ്റെ പേരോ ബ്രീഡോ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരണേ. അങ്ങനെ ഫൈനലി ഞങ്ങൾ 500 സ്റ്റെപ്സ് ആയിരിക്കുകയാണ് കേട്ടോ. ഞാൻ വിചാരിച്ച് 1000 ഉണ്ടെന്നാണ്, പക്ഷെ കുറവായിരുന്നു. ഒരു 600 സംതിങ് ഉണ്ട് കേട്ടോ. അത് നെക്സ്റ്റ് ഇനി നമ്മൾ ഇവിടുന്നാണ് കയറി പോകുന്നത്. അപ്പം ബാക്കി കാഴ്ചകളൊക്കെ ഇനി നമ്മൾ അടുത്ത ഒരു സെക്കൻഡ് പാർട്ടായിട്ട് ഷോർട്സിൽ വരുന്നതായിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺ ഫോർ നെക്സ്റ്റ് വീഡിയോ.